പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് പെൻട്രയിലുള്ള നമ്മൾ പണ്ട് വന്നില്ലയോ, നമ്മൾ പണ്ട് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ വന്ന അതേ ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ അവിടെ പ്ലം ഭാഗമായി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഇന്ന് കുറേയധികം പേര് കൂടിയിട്ടുണ്ട്. പ്ലം പറിക്കാനായിട്ട് വന്നിരിക്കുക. കൊലകുത്തി കിടക്കുന്ന പ്ലമ്മാണ് നമുക്ക് കാണുന്നത്. കുറേയെല്ലാം ആൾക്കാർ പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയും രണ്ടിൻ്റെ ഇടയിലായിട്ടുള്ളതുമായിട്ടുള്ള കുറേ പഴങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ ഗാർഡനിൽ എത്തിയത് തന്നെ ഇത് അടയ്ക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പുള്ള സമയത്ത് അതിൻ്റെ ഈ കൊമ്പുകളൊക്കെ കണ്ട പഴുത്തതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. ചുരുക്കം ചില ആൾക്കാരെ നോക്കിയപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊമ്പുകൾ നോക്കി ഇതിലെ കൊമ്പുകളെല്ലാം അവർ കോതി നിർത്തിയിട്ട് അതിൽ ലേറ്റ് സ്പ്രിങ്ങിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടായിട്ടാണ് നമുക്ക് സമ്മർ ആകുമ്പോഴത്തേക്ക് ഈ പഴങ്ങൾ പറിക്കുവാൻ സാധിക്കുന്നത്. പ്ലം നമുക്ക് പിക്ക് ചെയ്യാം. നമുക്ക് വേൾഡ് മാർക്കറ്റിൽ ഒരു 3 കളറിലെങ്കിലും മിനിമം നമുക്ക് ഈ പ്ലമ്മുകൾ കാണാൻ സാധിക്കും. ഒന്ന് മഞ്ഞ കളർ, അത് വളരെ റെയറാണ്. എന്നാൽ സർവ്വസാധാരണയായി നമ്മൾ കാണുന്ന പ്ലമ്മുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും പർപ്പിൾ കളറിലുള്ളതാണ്, കൂടാതെ റെഡ് കളറിലുള്ളത്. അതിലെ റെഡ് കളറിലുള്ള പ്ലമ്മുകളാണ് നമ്മൾ ഈ മരത്തിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരൊരു കുറച്ച് മുമ്പ് വന്നിരുന്നു. അവരൊരു 8 കിലോയോളം ഓൾമോസ്റ്റ് പറിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം അവസാന സമയത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഓടി നടന്ന് സെലക്റ്റീവായിട്ട് പറിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം വന്നിരുന്നെങ്കിൽ ഈ പ്ലമ്മുകൾ എന്തുമാത്രമായിരുന്നെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന പ്ലമ്മുകൾ കണ്ടില്ലേ, അരി വാരി പൊത്തിയതുപോലെ എന്ന് പറയത്തില്ലേ, അതുപോലെയുണ്ട്. ഹായ് പറഞ്ഞു. പ്ലം പിക്ക് ചെയ്തോ മക്കളെ? അവളെ കൊണ്ട് പറപ്പിച്ചോ? താഴെന്ന് പറഞ്ഞ പറിപ്പിക്കുക. അത് അവള് എല്ലാം കൂടെ പറിച്ചെടുക്കും. പഴം വച്ചു. അപ്പോൾ കുറച്ച് ചെടികളെ ഇപ്പോൾ അവർ പറിക്കാനായിട്ട് അലോ ചെയ്ത് ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലയൊക്കെ പറിച്ചു കഴിഞ്ഞത് ആൾക്കാർ. ഇതിൻ്റെ ഇവിടെ കുറേ ഉണ്ട്. ഇനിയും നമുക്ക് അകത്തോട്ടുണ്ട് പറിക്കാൻ. അത് ഓരോ ദിവസങ്ങൾ ഇത് തീരുന്നതനുസരിച്ചാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഉണ്ടേ ഇങ്ങനെ ബൗണ്ടറി തിരിച്ച് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോരോ ദിവസങ്ങൾ ഇത്ര ട്രീകൾ അവർ പിക്കിങ്ങിനനുസരിച്ചിട്ട് തുറന്നിരിക്കുന്നതായിരിക്കും. ഇതൊക്കെ പഴുത്തതും പച്ചയും. പഴുത്തതൊക്കെ പറിച്ചു ആൾക്കാർ. ഇനി പച്ചയാണ്, അടുത്ത ദിവസത്തേക്ക് കഴിക്കുന്നതായിരിക്കും. പുളിയനായിരിക്കും അത്. അപ്പോൾ മറ്റ് പല ഫ്രൂട്ട്സുകളെ പോലെ ഈ പ്ലമ്മിനും ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുപോലെ വിറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ന്യൂട്രിയൻസും ഫൈറ്റോ കെമിക്കൽസും ഒക്കെ ധാരാളം അടങ്ങിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് പ്ലം. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ഒരു ഫ്രൂട്ടാണ്. അതുപോലെ ഇത് നമുക്കെന്താ ബോൺ ഹെൽത്തിനൊക്കെ ധാരാളം ഹെൽപ്പ് ചെയ്യും. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയെന്ന് നമുക്ക് പറയാം. മറ്റ് പല ഫ്രൂട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക ഗുണം ഇതിനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്ലം ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ഈ ലോകത്തിലിപ്പോൾ നമുക്ക് ദൈനംദിനം ഏറി വരുന്നൊരു സംഭവമാണ് ഈ ഉത്കണ്ഠ എന്ന് പറയുന്ന. അതൊരു രോഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഉത്കണ്ഠ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോഗമായി തന്നെ മാറും. നല്ല റൈപ്പായിട്ടുള്ള
പ്ലം കണ്ടോ, നല്ല തുടുത്തു പഴുത്ത് ഇങ്ങനെ കൊലകുത്തി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാ പറിച്ചുകൊണ്ട് ഓരോരുത്തർ വരുന്നു. വന്നോ, ഓരോരുത്തർ പറിച്ചോ. അവിടെ ഒത്തിരി പച്ച അപ്പോൾ ഇതിൻ്റെ സീസണുകളിൽ നമുക്കിത് ധാരാളമായിട്ട് ലഭ്യമാകുന്ന സമയത്ത് വാങ്ങി ഭക്ഷിക്കാവുന്നതാണ്. അല്ലാത്ത സമയത്ത് നമുക്കിത് ഡ്രൈഡായിട്ട് കിട്ടും. ഡ്രൈഡ് പ്ലമ്മാണ് പ്രൂൺസ് എന്ന പേരിൽ നമുക്ക് കിട്ടുന്നത്. ദാ ഈ പ്ലമ്മിൻ്റെ കളർ കണ്ടോ, ഇതാണ് ഇവിടുത്തെ റൈപ്പായ പഴത്തിൻ്റെ ഒറിജിനൽ കളർ. ഈ ബ്രാഞ്ചിൽ കണ്ടോ കൊലകുത്തിയാണ് കിടക്കുന്നത്. ഇതിൽ ധാരാളം പഴുത്ത പഴങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ഇവിടെ വരെ എത്തിപ്പറിക്കാൻ പറ്റത്തുള്ളൂ. ആ ബ്രാഞ്ചിൻ്റെ അങ്ങേ അറ്റത്തോട്ടൊന്നും പറിക്കാൻ പറ്റാത്തതുപോലെയാണ് ഇവർ അതിർത്തി തിരിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് തിന്നാൻ പറ്റുന്ന പോലത്തെ മതി ഒരാഴ്ചക്ക്, അല്ലെങ്കിൽ വേസ്റ്റ് ആവേ. ഇതിച്ചിരോടെ കറുപ്പുകളല്ലേ? ഇവിടെ അങ്ങനത്തെ ചടങ്ങ് ഇവിടെ ഉണ്ട്. ഇനി അപ്പുറത്തോട്ടൊക്കെ നിൽക്കുന്നത് ആപ്പിൾ ട്രീസും അതുപോലെ പെയർ ട്രീസും ഒക്കെയാണ്. അതൊക്കെ അതിൻ്റെ സീസണുകളാകുമ്പോൾ ഇതുപോലെ പിക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് തരുന്നതായിരിക്കും. കണ്ടോ, ഞങ്ങൾ അത്രയും പ്ലം പറിച്ചിട്ടുണ്ട്. ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കേടാകും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് പ്ലമ്മേ പറിച്ചിട്ടുള്ളൂ. ഒരാഴ്ചയ്ക്ക് അപ്പുറത്തോട്ടൊന്നും നമുക്ക് ഈ ഫ്രൂട്ട്സ് വെളിയിൽ അങ്ങനെ ഇരിക്കത്തില്ല. നല്ല റൈപ്പായിട്ടുള്ള പഴം പറിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല മധുരം തന്നെയാണ്. പുളിയേ ഇല്ലാത്ത ഒരു ഇനമാണ് നമുക്കിപ്പം ഈ പറിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഈ ഗാർഡനിലുള്ളത്. അപ്പൊ അതാണ്ട് ഞങ്ങൾ പ്ലം എല്ലാം പറിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞ്, ബൈ പറഞ്ഞ്, എല്ലാവരും ഒരു ബൈ പറഞ്ഞ്. ഞങ്ങൾ 3 കിലോയോളം പ്ലം പിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു.